ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. അവിടെയാണ് BJPയും CPMഉം തമ്മിൽ ഒരു ഡീൽ ഉണ്ട് എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് നമുക്ക് പരിശോധിക്കണം. ഏതായാലും CPMന്റെ വിശദീകരണമൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് പോകണം. അതിനു മുൻപ് കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കാണ് നോക്കേണ്ടത്. 2016 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഷാഫി പറമ്പിൽ നേടിയത് 57,559 വോട്ടുകളാണ്. ഷാഫി പറമ്പിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കയറിയ ആ തെരഞ്ഞെടുപ്പിൽ 57,559 വോട്ടുകളാണ് ഷാഫി പറമ്പിൽ നേടിയത്. തൊട്ടു പിന്നിലുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. 40,076 വോട്ടുകൾ അന്ന് ശോഭാ സുരേന്ദ്രൻ അന്ന് തന്നെ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരരംഗത്തുണ്ട് എന്ന് നോക്കണം. അന്ന് CPMന്റെ സ്ഥാനാർത്ഥിയായ NN കൃഷ്ണദാസ് 38,675 വോട്ടുകളാണ് അന്ന് നേടിയത്. 17,483 വോട്ട് ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2021 ആയപ്പോഴേക്കും ഷാഫി പറമ്പിലിന്റെ വോട്ട് എന്ന് പറയുന്നത് 54,079 വോട്ടുകളാണ് ഷാഫി പറമ്പിൽ നേടിയത്. തൊട്ടു പിന്നിലുണ്ടായിരുന്നത് ശ്രീധരൻ എന്ന NDAയുടെ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന് 50,220 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. അന്നും CPM മൂന്നാം സ്ഥാനത്താണ്. അഡ്വക്കേറ്റ് CP പ്രമോദ് നേടിയത് 36,433 വോട്ടുകളാണെന്ന് കാണാൻ സാധിക്കും. അതായത് 38,675 വോട്ടുകൾ CPMന് ഉണ്ടായിരുന്നത് 36,433 വോട്ടുകളായി കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. 3,859 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന്. അതായത് UDFന് ഭൂരിപക്ഷത്തിൽ ഒരു കുറവ് സംഭവിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 2024 അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ MP ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി ജയിച്ചു കയറുന്നത് 58,389 വോട്ടിനാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് അന്നും BJP ആണ്. 39,549 വോട്ടുകളാണ് അന്ന് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നേടിയത്. മൂന്നാം സ്ഥാനത്തായി പോയി അന്നും LDFന്റെ സ്ഥാനാർത്ഥി P സരിൻ 37,293 വോട്ടുകളാണ് അന്ന് P സരിൻ നേടിയത്. 18,840 വോട്ടുകൾ എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയെടുത്ത വോട്ടുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 52,779 വോട്ടുകളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത്. അവിടെ BJP 43,072 വോട്ടുകളാണ് BJPക്കുള്ളത്. LDFന് 34,640 വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ. അവിടെ ലീഡ് നമുക്ക് നോക്കിയാൽ 9,000-ലധികം വോട്ടിന്റെ, കൃത്യമായി പറഞ്ഞാൽ 9,707 വോട്ടിന്റെ ലീഡാണ് അവിടെ UDFനുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ഈ പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് വോട്ട് പരിശോധിച്ചാൽ UDFന് ആകെ അവിടെ 50,236 വോട്ടുകളുണ്ടെന്ന് കാണാൻ സാധിക്കും. LDFന് അവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ട്. 44,022 വോട്ടുകളാണുള്ളത്. NDAക്ക് 38,003 വോട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അവിടെ 6,214 വോട്ടിന്റെ ലീഡാണുള്ളത്. നോക്കൂ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളെല്ലാം തന്നെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് LDF. എപ്പോഴും രണ്ടാം സ്ഥാനത്ത് BJP ഉണ്ട്. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ അവിടെ കുറച്ച് വോട്ടുകൾ കൂടി ലഭിച്ചാൽ NDAക്ക് ജയിച്ചു കയറാവുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് BJP കണക്ക് കൂട്ടുന്നതും ഈ പാലക്കാട് മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ ഒരു ഡീൽ ആരോപണം ഉയർത്തുന്നത്.